വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇന്ന് കൺവേ ചെയ്യാൻ പോകുന്നത്. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ പോസ്റ്റിനെ പറ്റിയിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും. ആദ്യം അറിയാനുള്ളത് കുട്ടികൾക്ക് അതാണ്. രണ്ടാമത് നമ്മൾ എപ്പോഴാണ് കോച്ചിങ് ആരംഭിക്കുന്നത്, മൂന്നാമത് ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ നമ്മൾ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറിൻ്റെ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവാണ്. എന്തുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നോട്ടിഫിക്കേഷൻ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യാം. 2021 ഇതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത്രത്തോളം വർഷങ്ങളായി. സോ നമുക്ക് ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ ഈ ഒരു പോസ്റ്റിൻ്റെ പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസിനെ പ്രിപ്പയർ ചെയ്യണ പോലെയല്ല, ഇത് ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഡെപ്തായിട്ട് പ്രിപ്പറേഷൻ വേണം. നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ വേറെ ലെവലിലോട്ടായിരിക്കും മാറുക. കാരണം ഗസറ്റഡ് പോസ്റ്റാണ്, അത്രത്തോളം നല്ലൊരു പാക്കേജാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നോട്ടിഫിക്കേഷൻ നമ്പർ 1 നമുക്ക് ഈ വർഷം തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നേരത്തെ തന്നെ ആരംഭിക്കണം. കാരണം എത്രത്തോളം നല്ല രീതിയിൽ ഡെപ്ത് നോളജ് നിങ്ങൾക്കുണ്ടോ അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വർഷം കഴിയുമ്പോഴും എക്സാമിൻ്റെ ടഫ്നെസ് കൂടി വരാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല എഫേർട്ട് വേണം. ഇനി രണ്ടാമതായിട്ട് ബാച്ചിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഒരു എഡ്ജ് തന്നെയായിരിക്കും നമ്മളവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, നമ്പർ 3, ആർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡിഗ്രി ബേസ്ഡ് ആയിട്ടുള്ള എക്സാം എഴുതുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജൂനിയർ അക്കൗണ്ടിനൊക്കെ ജോയിൻ ചെയ്തവർ PG എടുത്തിട്ടില്ല, MCOM എടുത്തിട്ടില്ല, അപ്പോൾ അവർക്ക് പറ്റുമോ എന്നുള്ളത്. പറ്റില്ല. ക്വാളിഫിക്കേഷൻ വേണ്ടത് നമ്പർ 1 MCOM ആണ്. നമ്പർ 2 MBA ഫിനാൻസ് കഴിഞ്ഞവർക്ക് പറ്റും. MBA ഫിനാൻസ് കഴിഞ്ഞവർക്ക് പറ്റും. ദെൻ LLB കഴിഞ്ഞവർക്ക് പറ്റും. നമ്പർ 4 CA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞവർക്കും പറ്റും. അപ്പോൾ ഈ 4 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് പറ്റുക. ഇതാണ് ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ ചിലർ പറയുന്നുണ്ട് CMA ഇൻ്റർമീഡിയറ്റ് ഒക്കെ കഴിഞ്ഞവർക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ. നമുക്കതിൻ്റെ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻ ആക്ച്വലി പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെയാണ് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ 4 കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പറ്റുന്നതാണ്. ഞാൻ ഇനി ഇതിൻ്റെ സിലബസ് വീഡിയോ നെക്സ്റ്റ് ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ മെയിനായിട്ട് അക്കൗണ്ടിങ്, ഫിനാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമേഴ്സുകാരുടെ മെയിൻ സംഭവം, പിന്നെ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ജനറൽ നോളജിൻ്റെ ചെറിയൊരു പോർഷൻ ഒക്കെ വരുന്നുണ്ട്, കമ്പ്യൂട്ടർ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സിലബസാണ്. അപ്പോൾ സിലബസിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറയണു, ഇൻഡെപ്ത് നോളജ് വേണം, എന്നാൽ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്മാർട്ട് അപ്രോച്ച് ഫോളോ ചെയ്യും വേണം. സോ അതിനു വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ദെൻ അഡീഷണൽ ആയിട്ടുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടാം കേട്ടോ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.